വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ ട്യൂഷൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളിൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഒന്നാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തെ പാർട്ട് നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ അതായത് നമ്മൾ ഇൻഡാറ്റിങ്ങിന്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ വരെ നോക്കി വെച്ചു. നമ്മുടെ ഈ പറയുന്ന കണക്ക് വ്ളാഡിസ്ലാവ് സ്പിൽമാന്റെ എന്താണ് ആ പറയുന്ന സ്പിൽമാനും നമ്മുടെ ആ ജർമ്മൻ ഓഫീസർ എന്ത് ചെയ്യുന്നത് അവസാനമായി കാണുന്ന നിമിഷവും അല്ലെങ്കിൽ ആ ഒരു മൊമെന്റും അതിനുശേഷം എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന കണക്ക് താൻ എന്നെ ഓർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് ഞാൻ ആരാണ്, സ്പിൽമാൻ ആണെന്നും പോളിഷ് റേഡിയോയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്പിൽമാൻ എന്ത് ചെയ്യാണ് ബൈ പറയുന്ന ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ നോക്കിയത്. അതിന് ബാക്കിയുള്ള പോർഷൻ നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ നോക്കട്ടെ, ബാക്കി നമ്മൾ നോക്കുന്നു. ദ ഫസ്റ്റ് ഹാർഡ് ഫ്രോസ്റ്റ് കെയിം ഇൻ ദ മിഡിൽ ഓഫ് ഡിസംബർ. ക്രിസ്മസ് കെയിം and then the new year 1945, the sixth Christmas and New Year celebrations of the war and the worst I had known. അപ്പൊ നോക്ക്, അപ്പൊ ഈ പറയുന്ന കണക്ക് വർഷങ്ങളായി എവിടെ കഴിയാണ്, ആറ്റിക്കിൽ ഒളിച്ച് താമസിക്കുകയാണ്. ഈ പറയുന്ന ജർമ്മൻ ഓഫീസർ ജർമ്മൻസിനെ പേടിച്ചിട്ട്, നാസീസിനെ പേടിച്ചിട്ട് പുള്ളി സ്പിൽമാൻ ഇവിടെ ഒളിച്ച് താമസിക്കുകയാണ്. അപ്പോൾ ദ ഫസ്റ്റ് ഹാർഡ് ഫ്രോസ്റ്റ് കെയിം ഇൻ ദ മിഡിൽ ഓഫ് ഡിസംബർ. അപ്പൊ ഡിസംബർ മാസമാണ്. അപ്പോൾ ഈ പറയുന്ന കണക്ക് പറഞ്ഞു സ്പ്രിങ്ങോട് കൂടി എന്ത് ചെയ്യും, യുദ്ധം അവസാനിക്കുമെന്നാണ് ജർമ്മൻ ഓഫീസർ പറഞ്ഞിട്ട് പോയത് അല്ലേ. അപ്പോൾ അതാ നമ്മുടെ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, ഡിസംബർ മാസം ക്രിസ്മസ് ടൈം ആവാൻ പോകുന്നു. വളരെ നല്ല ശൈത്യമാണ്, ഹാർഡ് ഫ്രോസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. കെയിം ഇൻ ദ മിഡിൽ ഓഫ് ഡിസംബറിന്റെ മധ്യമായപ്പോൾ ഡിസംബർ ഒരു 20 ഒക്കെ ആയപ്പോൾ സമയത്ത് തന്നെ 15 ഒക്കെ ആയപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള എന്താണ് തണുപ്പ് അനുഭവപ്പെടുകയാണ്. ക്രിസ്മസ് വന്നു. ആൻഡ് ദെൻ ദ ന്യൂ ഇയർ 1945 1945 ന്യൂ ഇയർ വരികയാണ്. ദ സിക്സ് ക്രിസ്മസ് ആൻഡ് ദ ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഓഫ് ദ വാർ ആൻഡ് ദ റോസ്റ്റ് ഐ ഹാഡ് നോൺ. അല്ലേ, എനിക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള ക്രിസ്മസ് ന്യൂ ഇയർ കാലഘട്ടമാണ് ഈ പറയുന്ന 6 വർഷമായിട്ട് അയാൾ ഫേസ് ചെയ്യുന്നത്. 6 കൊല്ലമായിട്ട് എന്ത് നടക്കുകയാണ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ 6 കൊല്ലമായിട്ട് ഇയാൾ കാണുന്ന എന്താണ് ഈ പറയുന്ന നമുക്ക് യുദ്ധവും കാര്യങ്ങളുമാണ്. അപ്പോൾ 1939 തൊട്ട് ഈ പറയുന്ന 1945 വരെ അദ്ദേഹം എന്താണ് വിറ്റ്നസ് ചെയ്യുന്നത് എങ്ങനെയുള്ള വളരെ എന്താണ് വേഴ്സ് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെയാണ്. കാര്യം എന്താണ്, എല്ലാ സ്ഥലത്തും യുദ്ധങ്ങൾ, ആൾക്കാരല്ലേ, അമ്മയും അച്ഛനും കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ടൊരു ഒരു ടൈം പീരീഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സന്തോഷകരമായ ന്യൂ ഇയർ എന്നോ ക്രിസ്മസ് പറയാൻ പറ്റില്ല. വളരെ വേഴ്സ് ആയിട്ടുള്ള അദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും മോശമായിട്ടുള്ള ക്രിസ്മസ് ആണ് ഈ 6 വർഷം ഉണ്ടായിട്ടുള്ളത്. ന്യൂ ഇയറും അതേപോലെ തന്നെയാണെന്ന് പുള്ളിക്കാരൻ പറയുകയാണ്. ഐ ലേ ഇൻ ദ ഡാർക്ക് ലിസണിങ് ടു ദ സ്റ്റോമി വിൻ. ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഇരുട്ടത്ത് തന്നെ ആറ്റിക്കിന്റെ അവിടെ തന്നെ കിടക്കുകയാണ് അല്ലെ. ആറ്റിക്കിന്റെ അവിടെ തന്നെ കിടന്നിട്ട് അവിടെ കിടന്ന് എന്ത് ചെയ്യാണ്, ലിസൺ ചെയ്യാണ്, കേൾക്കുകയാണ്. എന്താണ് സ്റ്റോമി വിൻ, ആ സമയത്ത് അടിക്കുന്ന ശക്തമായ ആ കാറ്റിന്റെ ശബ്ദമൊക്കെ ഇയാൾ കേട്ട് കിടക്കുകയാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ ഹേർഡ് ദ സ്ക്വീക്കിംഗ് ആൻഡ് റസ്ലിംഗ് ഓഫ് റാറ്റ്സ് ആൻഡ് മൈസ് റണ്ണിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദ ആറ്റിക്. അപ്പൊ ആറ്റിക്കിന്റെ ഉത്തരത്തിലല്ലേ ഈ പറയുന്ന മച്ചിന്റെ മുകളിൽ പറയുന്ന അവിടെ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെയുള്ള സ്ഥലത്താണ് ആര് ഇപ്പോൾ കിടക്കുന്നത്, നമ്മുടെ ഈ പറയുന്ന വ്ളാഡിസ്ലാവ് സ്പിൽമാൻ കിടക്കുന്നത്. പുള്ളിക്കാരന്റെ പറയുന്ന മച്ചിന്റെ മണ്ടിലാണെങ്കിൽ എലികളും അത് പറയുന്ന റാറ്റ്സും മൈസും ഇതൊക്കെ കടന്ന് ഓടുന്ന ശബ്ദവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു പുള്ളിക്കാരൻ അവിടെ കേൾക്കുന്നുണ്ട്. നോക്കട്ടെ ബാക്കി. ഇൻ മൈ മൈൻഡ്, എന്റെ മനസ്സിൽ, ഐ വെന്റ് ഓവർ എവറി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിംഗ് ദ വാർ. അറ്റ് ഫസ്റ്റ് ഐ ഹാഡ് എ ഹോം, പേരൻസ്, 2 sisters and a brother. അപ്പോൾ നോക്കാം, എൻ്റെ മനസ്സിൽ ഐ വെന്റ് ഓവർ എവറി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിംഗ് ദ വാർ അല്ലേ. ഇപ്പോൾ എൻ്റെ മനസ്സിലൂടെ എങ്ങനെ പോവാണ്, യുദ്ധത്തിന് മുമ്പും യുദ്ധത്തിന് ശേഷവും ഉള്ള ആ പറയുന്ന ക്രിസ്മസ് സെലിബ്രേഷനെ കുറിച്ചൊക്കെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ക്രിസ്മസിനെ കുറിച്ചൊക്കെ അദ്ദേഹം ആലോചിക്കുകയാണ്. അറ്റ് ഫസ്റ്റ് അദ്ദേഹത്തിന്റെ ഓർമ്മ വരുന്നത് എന്താണ്, ഐ ഹാഡ് എ ഹോം, പുള്ളിക്കാരൻ എന്തുണ്ടായിരുന്നു, ഒരു കുടുംബം ഉണ്ടായിരുന്നു, ഒരു വീടുണ്ടായിരുന്നു. പാരൻസ്, രക്ഷിതാക്കളുണ്ടായിരുന്നു. 2 sisters, 2 സഹോദരിമാരുണ്ടായിരുന്നു. ആൻഡ് എ ബ്രദർ, ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. Then we had no home of our own anymore. ഇനി നമുക്ക് സ്വന്തമായി എന്തില്ല, ഒരു വീട് ഇല്ല. We were together. അപ്പോൾ നോക്കാം, അപ്പോൾ എന്താണ് ഇനിയിപ്പോ അവർക്ക് സ്വന്തമായ വീടൊന്നുമില്ല, പക്ഷേ നമ്മൾ എങ്ങനെയായിരുന്നു, ഒരുമിച്ചായിരുന്നു. അപ്പൊ പറയാണെന്ന് വെച്ചാൽ യുദ്ധത്തിന് മുമ്പേ ഉള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതം എങ്ങനെയായിരുന്നു, ഒരു കുടുംബം ഉണ്ടായിരുന്നു, ഒരു വീടുണ്ടായിരുന്നു, അച്ഛനും അമ്മയും അനിയത്തിമാരും എന്താണ് സഹോദരനും ഒക്കെ അടങ്ങുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ വീട് നഷ്ടപ്പെട്ടെങ്കിൽ അവർ എന്തായിരുന്നു, ഒരുമിച്ചായിരുന്നു. ലേറ്റർ അതിനുശേഷം ഐ വാസ് എലോൺ, ഞാൻ എങ്ങനെയായിരുന്നു, ഒറ്റപ്പെട്ടു. ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ, പക്ഷേ മറ്റുള്ള ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് നൗ, ഇപ്പോഴാണെങ്കിലോ, ഐ വാസ് ലോൺലിയർ, ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഐ സപ്പോസ് ദാൻ എനിവൺ എൽസ് ഇൻ ദ വേൾഡ് ഐ ഹാഡ് ടു ബി അലോൺ, എൻറ്റയർലി അലോൺ ഇഫ് ഐ വാണ്ടഡ് ടു ലീവ് അല്ലെ. അപ്പൊ പറയാണ് യുദ്ധത്തിന് മുമ്പുള്ള തന്റെ ക്രിസ്മസ് സെലിബ്രേഷൻസ് അല്ലെങ്കിൽ ക്രിസ്മസിനെ കുറിച്ച് ആര് ചിന്തിക്കുകയാണ്, നമ്മുടെ വ്ളാഡിസ്ലാവ് സ്പിൽമാൻ എന്ത് ചെയ്യാണ്, ആലോചിക്കുകയാണ്. അപ്പോൾ ആലോചിക്കുമ്പോൾ അദ്ദേഹം ആലോചിക്കുകയാണ്, എനിക്ക് ക്രിസ്മസിന് അല്ലെങ്കിൽ ആ പറയുന്ന യുദ്ധത്തിന് മുമ്പ് ആ പുള്ളിക്കാരൻ എന്തുണ്ടായിരുന്നു, ഒരു കുടുംബം അല്ലെങ്കിൽ വീട്, മാതാപിതാക്കള്, സഹോദരിമാര്, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ യുദ്ധം തുടങ്ങിയ സമയത്ത് പതുക്കെ ആദ്യം വീട് നഷ്ടമാവുന്നു, അവർക്ക് അവിടെ നിന്ന് ഈ പറയുന്ന ആൾക്കാരെ പേടിച്ച് മാറേണ്ടി വരുന്നു. അതിനുശേഷം വീടില്ലെങ്കിലും അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു.
പതുക്കെ വീട്ടിലുള്ള ഓരോ കുടുംബാംഗങ്ങളെ എന്ത് ചെയ്യപ്പെടുന്നു, ജർമ്മൻസ് പിടിക്കുകയുണ്ടായി, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, കൊല്ലുകയുണ്ടായി. അവരെന്ത് ചെയ്യുന്നു, അവിടെ മാറുന്നു. പിന്നെ ആ കുടുംബം നഷ്ടപ്പെട്ടെങ്കിലും അയാൾ ഒറ്റയ്ക്കല്ലായിരുന്നു, മറ്റുള്ള ആൾക്കാരുമായി ചേർന്ന് കൂടെ ഉണ്ടായിരുന്നു, മറ്റുള്ളവരും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴോ ആ പറയുന്ന ഓരോരോ വർഷം കഴിയുന്തോറും ആൾക്കാരെല്ലാം അവനെ വിട്ടുപോവുകയും അവനിപ്പോൾ ഒളിച്ചൊരു സ്ഥലത്ത് ലോൺലിയർ ആയി ഒറ്റയ്ക്ക് ഇപ്പോൾ നിൽക്കുകയാണ്. അവൻ തന്നെ പറയാണ്, ഞാൻ ഈ ലോകത്ത് ഒറ്റപ്പെട്ട ഒരാളായി മാറിക്കഴിഞ്ഞു. ഐ ഹാഡ് ടു ബി അലോൺ. എനിക്ക് എങ്ങനെ എന്നേ പറ്റത്തുള്ളൂ, ഇനി ഒറ്റയ്ക്ക് ജീവിച്ചേ പറ്റൂ. എൻറ്റയർലി പൂർണ്ണമായും ഒരു ഒറ്റപ്പെട്ട ഒരാളെ പോലെ ജീവിച്ചേ പറ്റൂ. ഇഫ് ഐ വാണ്ടഡ് ടു ലിവ്, ജീവിക്കണമെങ്കിൽ പോലും, ഞാൻ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റൂ, ഒറ്റയ്ക്കല്ലേ, ഒറ്റപ്പെട്ടുള്ള ഒരു ലോൺലിയർ ആയിട്ടുള്ള ലൈഫ് മാത്രമേ എനിക്ക് ലീഡ് ചെയ്യാൻ പറ്റൂ എന്ന് പുള്ളിക്കാരൻ എന്ത് ചെയ്യാണ്, ചിന്തിക്കുകയാണ്. ഓൺ 14 January, unusual noises in the building and the street outside woke me. പെട്ടെന്നാണ് എന്ന് January 14 ആയി, നമ്മൾ പറഞ്ഞ ഡിസംബർ പറഞ്ഞു, ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ ആയി. പിന്നെ ആ സമയത്ത് ആ സോം പിന്നൊക്കെ കേട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് ഒരു January 14 ആ ടൈമില് അൺയൂഷ്വൽ, അസാധാരണമായ ചില ശബ്ദങ്ങൾ, നോയ്സ് ഇൻ ദ ബിൽഡിങ്ങിൽ കേൾക്കുകയുണ്ടായി. ദ സ്ട്രീറ്റ് ഔട്ട് സൈഡ് വോക്ക് മീ. അപ്പോൾ എന്താണ് ആ പറയുന്ന സ്ട്രീറ്റിന്റെ വെളിയിലുള്ള ആ ശബ്ദങ്ങളൊക്കെ കേട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അന്ന് എഴുന്നേൽക്കുന്നത്. സോൾജേഴ്സ് റാൻ അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റേഴ്സ്, അല്ലെ, പട്ടാളക്കാരെ സ്റ്റേഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. ആൻഡ് ഐ ഹേർഡ് അജിറ്റേറ്റഡ് നെർവസ് വോയിസസ്, അല്ലെ, വളരെ ദേഷ്യപ്പെട്ട, അല്ലെ, യുദ്ധം നടക്കുന്ന സമയത്തല്ലേ പെട്ടെന്ന് പോകുമ്പോൾ എന്താണ് ഈ പറയുന്ന കണക്ക് പറഞ്ഞു, അല്ലെ, ആറ്റിക്കിലാണ് ഈ പറയുന്ന പട്ടാളക്കാര് ഈ പറയുന്ന വെപ്പൺസും കാര്യങ്ങളും, അപ്പോൾ അതൊക്കെ എടുക്കാനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ശബ്ദങ്ങൾ, അജിറ്റേറ്റഡ്, ദേഷ്യത്തോട് സംസാരിക്കുന്ന, നെർവസ് ആയിട്ട് സംസാരിക്കുന്ന ശബ്ദങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് കേട്ടു. ഏർലി ഇൻ ദ മോർണിംഗ് ഓഫ് 15 January, the sound of artillery from the previously silent front was heard. കുറെ നാളായിട്ട് കേൾക്കാനില്ലാത്ത ആർട്ടിലറി എന്നൊക്കെ ശബ്ദങ്ങളൊക്കെ, ആ പറയുന്ന യുദ്ധം തന്നെ അല്ലെങ്കിൽ പീരങ്കിൽ നിന്നൊക്കെ ശബ്ദം കേട്ടു തുടങ്ങി. ദ ഗ്രൗണ്ട് ആൻഡ് ദ വാൾസ് ഓഫ് ദ ബിൽഡിംഗ് ഷൂക്ക് അണ്ടർ ദ കോൺസ്റ്റന്റ് ഡൾ തണ്ടർ, അല്ലെ, നിരന്തരമായിട്ടുള്ള ആ വെടിയൊച്ചകൾ ഇതിലൊക്കെ ആ ബിൽഡിങ്ങും ആ പറയുന്ന തറയൊക്കെ നല്ല രീതിയിൽ കുലുങ്ങി, അല്ലെങ്കിൽ പ്രകമ്പനം കൊണ്ടു. 3 hours later, the heavy artillery fire died down again, but I was as nervous as ever. അല്ലെ, മുമ്പത്തെ പോലെ, അല്ലെ, മുമ്പത്തെക്കാൾ കൂടുതൽ വളരെ നെർവസ് ആയിട്ടിരിക്കുകയാണ്. 3 മണിക്കൂറിന് ശേഷം പെട്ടെന്ന് എന്ത് ചെയ്തു, ആർട്ടിലറി ശബ്ദം എന്ത് ചെയ്യാണ്, നിലച്ചു. I did not sleep at all that night. ആ രാത്രി മുഴുവൻ ഞാൻ എന്ത് ചെയ്തില്ല, ഉറങ്ങിയിട്ടേ ഇല്ല. The street fighting would begin at any moment. കാര്യം എന്താണ്, എപ്പോൾ വേണമെങ്കിലും തെരുവിൽ ആ പറയുന്ന യുദ്ധം തുടങ്ങാം. And I would be killed. ഞാൻ എന്ത് ചെയ്യപ്പെടാം, മരണപ്പെടാം, അല്ലെ. അപ്പം മീൻസ് ഈ പറയുന്ന ജർമ്മൻസും മറ്റുള്ള പോളിഷ് സൈന്യമായിട്ട്, പോളണ്ടുമായിട്ടുള്ള യുദ്ധമായിരിക്കും അവിടെ നടക്കുന്നത്, അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും താനും കൊല്ലപ്പെടാം, അല്ലെ. അവിടെ എന്താണ് ആ ബിൽഡിങ്ങിലൊക്കെ എന്താണ് ജർമ്മൻസ് ഉണ്ട്, അവരെ വധിക്കാനായി ബാക്കിയുള്ള പട്ടാളക്കാരുണ്ട്, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിപ്പ് നടക്കുകയാണ്. അപ്പോൾ ആകെ പേടിച്ച്, അല്ലെ, നമ്മളായാലും ശരിയല്ലേ, നമ്മളായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉറങ്ങൂടെ, ഇല്ല, അയാൾ ഉറങ്ങാതെ ഇങ്ങനെ കാത്തിരിക്കണം, ഏത് നിമിഷം വേണമെങ്കിലും യുദ്ധം എന്താണ് വീണ്ടും തുടങ്ങാമെന്നുള്ള രീതിയിൽ പുള്ളിക്കാരിങ്ങനെ നിൽക്കുകയാണ്. The night passed. ആ രാത്രി എന്ത് ചെയ്തു, പതുക്കെ കടന്നു പോവുകയാണ്. പീസ്ഫുള്ളി, വളരെ സമാധാനത്തോട് പോയി. Around 1 o'clock, I heard the remaining Germans leaving the building. ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ കാതോർത്ത് ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് ആൾക്കാരൊക്കെ പോകുന്ന ശബ്ദം ഞാൻ എന്ത് ചെയ്തു, കേട്ടു. സൈലൻസ് ഫെൽ. എല്ലാവരും പോയി. പെട്ടെന്ന് അവിടെ എന്തായി, മൊത്തം നിശബ്ദമായി. I would not even hear the steps of the guards outside the building. ഈ പറയുന്ന ബിൽഡിങ്ങിന്റെ പുറത്തായിട്ട് എന്ത് ചെയ്യുന്നില്ല, അവർ കാലൊച്ചകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല. സാധാരണ ഒരു പട്ടാള ക്യാമ്പാണല്ലേ, ക്യാമ്പ് അല്ലെങ്കിൽ പട്ടാളക്കാർ നിൽക്കുന്ന സ്ഥലത്താണ് ഇവനും ഉള്ളത്. അപ്പോൾ ആ പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന പട്ടാളക്കാരുടെ ചെരുപ്പ് അല്ലെങ്കിൽ ബൂട്ട്സിന്റെ ശബ്ദമോ കാര്യങ്ങളോ ഒന്നും ആര് കേൾക്കുന്നില്ല, നമ്മൾ ഈ പറയുന്ന വ്ലാഡിസ്ലാവ് സ്മിൽമാൻ കേൾക്കുന്നേ ഇല്ല. Not until the early hours of the next day was the silence broken by a loud and resonant noise, the last sound I had expected. അല്ലെ, അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ അന്നത്തെ ദിവസം ഫുൾ ഇങ്ങനെ ചെവിയോർത്തിരിക്കുകയാണ്. എപ്പോ 15 January, അല്ലെ, ഇങ്ങനെ നോക്കുകയാണ്, എന്താണ് ശബ്ദമൊന്നും കേൾക്കുന്നില്ല, അവസാനത്തെ സോൾജേഴ്സും പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ അയാൾ ഇങ്ങനെ നോട്ട് അണ്ടിൽ ദ ഏർലി അവേഴ്സ് ഓഫ് ദ നെക്സ്റ്റ് ഡേ, അപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഈ പറയുന്ന തൊട്ടടുത്ത 16 January ആവാം, അപ്പോൾ ഈ പറയുന്ന കണക്ക് അവിടെ ഇങ്ങനെ നെക്സ്റ്റ് ഡേക്ക് അല്ലെങ്കിൽ അടുത്ത ദിവസത്തിന് തൊട്ട് മുമ്പ്, മീൻസ് രാവിലെ ആവുന്നതിന് കുറച്ച് വെളുപ്പാൻ കാലത്ത്, there was a silence broken by a loud noise. പെട്ടെന്ന് ഒരു വലിയ ശബ്ദത്താൽ എന്ത് ചെയ്യുന്നു, കുറെ നേരം നിശബ്ദമായി കിടന്ന അവിടെ എന്താണ് ഒരു ശബ്ദം കേൾക്കുകയാണ്. ആൻഡ് റെസൊണന്റ് നോയ്സ്, ഒരു എന്താണ് എക്കോ പോലുള്ള ശബ്ദം അവിടെ കേൾക്കുന്നു. The last sound I had expected, ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന അവസാന ശബ്ദം അവിടെ കേൾക്കുന്നു. Radio loudspeakers set up somewhere nearby were broadcasting announcements in Polish of the defeat of Germany and the liberation of Warsaw.
അപ്പൊ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന വാർത്ത അല്ലെ, വാർസോ എന്ന് പറയുന്ന പോളിന്റെ ക്യാപിറ്റൽ സിറ്റി എന്ത് ചെയ്യപ്പെടുന്നു, ജർമ്മൻസിന്റെ കയ്യിൽ നിന്നും ലിബറേറ്റഡ് ആകുന്നു എന്നുള്ള ഒരു വാർത്ത ഏതോ റേഡിയോയിൽ നിന്ന് ലൗഡ് സ്പീക്കർ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ റേഡിയോ ലൗഡ് സ്പീക്കറിൽ നിന്ന് കേൾക്കുന്ന ആ ശബ്ദം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന, അദ്ദേഹം 6 വർഷത്തോളമായി കാത്തിരുന്ന ആ ഒരു കാര്യം എന്ത് ചെയ്യാണ്, അദ്ദേഹം പറയുന്ന റേഡിയോ ലൗഡ് സ്പീക്കറിലൂടെ കേൾക്കുകയാണ്. എന്താണ് കേട്ടത്? നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ബ്രോഡ്കാസ്റ്റ് അനൗൺസ്മെന്റ് ചെയ്യാണ്, എന്താണ് ജർമ്മനി എന്താണ് പോളണ്ടിന്റെ വാസോയിൽ നിന്ന് എന്ത് ചെയ്തു, ലിബറേറ്റഡ് ആയി എന്നുള്ള, അല്ലെങ്കിൽ പോളണ്ട് സൈന്യം അവരെ പോളിഷ് ഡിഫീറ്റ് ചെയ്തു എന്നുള്ള വാർത്ത എന്ത് ചെയ്യാണ് അവര് അല്ലെങ്കിൽ അയാൾ ഈ പറയുന്ന രീതിയിൽ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടു. അദ്ദേഹം ആ ശബ്ദം അത്രയും നേരം നിശബ്ദമായിരുന്ന ആ സൈലൻസിനെ മാറ്റിക്കൊണ്ട് അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിച്ച ശബ്ദം എന്ത് ചെയ്തു അയാൾ, അല്ലെങ്കിൽ ആ പറയുന്ന ന്യൂസ് അയാൾ കേൾക്കുകയാണ്. Then the Germans had withdrawn without a fight. Germans എന്ത് ചെയ്തു, യാതൊരുവിധ യുദ്ധവും കൂടാതെ അല്ലെങ്കിൽ അവരെന്ത് ചെയ്തു, അവിടെ നിന്ന് പോയി. As soon as it began to get light, I prepared feverishly for my first venture out. അപ്പോൾ അയാൾ വിചാരിക്കുകയാണല്ലേ, അപ്പം രാത്രി വെളുപ്പാങ്കാലം ആ ടൈമിനാണ് അയാൾ കേൾക്കുന്നത്. അപ്പം രാവിലെയായി വെട്ടം വീണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന സൂര്യൻ ഉദിച്ച് സൂര്യപ്രകാശമൊക്കെ വീണ് തുടങ്ങിയ സമയത്ത് അയാൾ എന്ത് വിചാരിച്ചു, അയാളൊരു വെഞ്ചർ അല്ലെ ഫിവറിഷ്ലി, അദ്ദേഹം പേടിയോടുകൂടി തന്നെ ആ ഒരു ശ്രമം നടത്തുകയാണ്. എന്താണ്, ആദ്യമായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് ഇറങ്ങാനൊരു ശ്രമം വെഞ്ചർ നടത്തുകയാണ്. My officer had left me a German military overcoat to keep me from freezing. So പോകുന്ന സമയത്ത് ഞാൻ പരിചയപ്പെട്ട ജർമ്മൻ ഓഫീസർ എനിക്കൊരു എന്ത് തന്നിരുന്നു, ഒരു ജർമ്മൻ കോട്ട്, ജർമ്മൻ ഓഫീസേഴ്സിന്റെ ഒരു നല്ല കോട്ട് തന്നു. കാര്യം ഈ പറയുന്ന വിന്റർ സീസൺ ആണ് വരുന്നത്. സോ അതിന് ആ സമയത്ത് ഒരു നമ്മൾ പറഞ്ഞ എയ്ഡഡ് ഡൗൺ എന്ന് പറയുന്ന ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഒരു കോട്ടും കൊടുത്തിരുന്നു. അപ്പൊ ഈ കോട്ട് ഇട്ടുകൊണ്ടാണ് പുള്ളിക്കാരൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്തിനു വേണ്ടിയാണ്, ഫ്രീസിങ്, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കൊടുത്താണ്. I had already put it on when I suddenly heard the rhythmic footsteps of guards out in the road again. വീണ്ടും റോഡിൽ ഈ പറയുന്ന ശബ്ദം, ഈ പറഞ്ഞ മാർച്ച്, റിതമിക് എന്ന് വെച്ചാൽ മാർച്ച് പാസ് ചെയ്യുന്ന രീതിയിൽ മാർച്ചിന്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഞാൻ അത് എടുത്തിട്ട് വെളിയിലോട്ടിറങ്ങി. Had the Soviet and Polish troops withdrawn then? അപ്പൊ എന്താ ഈ സോവിയറ്റ് ഇത് അവർ പോയില്ലേ ഇങ്ങനെ ആലോചിക്കണം. അപ്പം വെളിയിലേക്ക് ഇറങ്ങാന്നുള്ളൊരു ആലോചനയിലായിരുന്നു നമ്മുടെ ഈ പറയുന്ന വാരിസ്ലാസ് പിൽമാൻ. അപ്പൊ അയാൾ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങാന്നുള്ളൊരു വെഞ്ചർ ഫിവറഷ്ലി, വളരെ പേടിയോടുകൂടി തന്നെ, എന്താണ് കറക്റ്റ് അറിയത്തില്ല, ന്യൂസ് കേട്ടതാണ്, അയാൾ ഈ പേടിയോടുകൂടി തന്നെ മുന്നോട്ടിറങ്ങിയ സമയത്ത് അയാൾ ധരിച്ചിരുന്ന പറയുകയാണ്, അയാൾ എന്താണ് ഈ പറയുന്ന നമ്മുടെ ജർമ്മൻ സോൾജർ കൊടുത്തിരുന്ന ഒരു ഓഫീസർ കൊടുത്തിരുന്ന ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു ജർമ്മൻസിന്റെ. അപ്പൊ ആ ജാക്കറ്റ് ഇട്ടുകൊണ്ടാണ് ഇറങ്ങുന്നത് അല്ലെ. അപ്പൊ ഇറങ്ങിയ സമയത്ത് പെട്ടെന്നാണ് വെളിയിൽ ഈ പറയുന്ന രീതിയിൽ ശബ്ദം കേൾക്കുന്നു, ഒരു റിതമിക് ശബ്ദം അല്ലെ, മാർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്ന ശബ്ദം പുള്ളിക്കാരെ എന്ത് ചെയ്യുന്നു, കേൾക്കുന്നു. അയാൾ ചിന്തിക്കുകയാണ്, സോവിയറ്റ് ആൻഡ് പോളിഷ് ട്രൂപ്സ് അപ്പൊ അവർ പോയില്ലേ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ആ പറയുന്ന സോവിയറ്റ് യൂണിയൻകാരും അല്ലെങ്കിൽ പട്ടാളക്കാരെന്ന് പറയുന്നത് മാറിയില്ലേ എന്ന് അയാൾ ചിന്തിക്കുന്നു. I sang on my mattress. പെട്ടെന്ന് എന്താണ് കേട്ടോണ്ടെ പേടിച്ചിട്ട് അയാൾ നേരെ അവിടെ പോയി ബെഡിൽ പോയി വീണു, അല്ലെങ്കിൽ ആ മാട്രസ് പോയി വീണു. അട്ടർലി ഡിജക്റ്റഡ് എന്നാണ്, മൊത്തത്തിൽ നിരാശ അല്ലെ. ആ കാര്യം ലിബറേറ്റഡ് ആയെന്നുള്ള ലിബറേറ്റഡ് ആയെന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് പുള്ളിക്കാർ ഇറങ്ങുന്നത് അല്ലെ. ഇപ്പോഴാണെങ്കിൽ പെട്ടെന്ന് അയാൾക്ക് ഇത് കേട്ടപ്പോഴത്തേക്ക് ഈ പറയുന്ന മാർച്ച് പാർട്ടിന്റെ ശബ്ദമൊക്കെ കേട്ടപ്പോൾ അയാൾ ആകെ ഡിജക്റ്റഡ് ആയി, വളരെ നിരാശയോടുകൂടി അവിടെ കിടക്കുകയാണ്. ആൻഡ് lay there until something new came to my ears. എന്തെങ്കിലും ഒരു കാര്യം ഇനി കേൾക്കുന്നവരെ, എന്റെ ചെവിയിലേക്ക് കേൾക്കുന്നവരെ എന്താണ് ഞാൻ അവിടെ തന്നെ കിടക്കാന്നുള്ള നിശ്ചയദാർഢ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. The voices of women and children. അപ്പൊ എന്താണ് പെട്ടെന്നാണ് ഈ പറയുന്ന സ്ത്രീകളുടെയോ കുട്ടികളുടെയോ ശബ്ദം. At all costs I had to get information. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ അവിടെ നിന്ന് നിൽക്കുന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ തന്നെയാണ് ഈ പറയുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദം കേൾക്കുന്നു. ആൻഡ് I had to get information. സോ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അയാൾക്ക് ഇൻഫർമേഷൻ വേണമെന്ന് പറയുന്നു. I ran downstairs. പെട്ടെന്ന് കേട്ടോണേ, കുട്ടികളുടെ ശബ്ദം കേട്ടോണേ അയാൾ എന്ത് ചെയ്തു, ഡൗൺസ്റ്റെയർ താഴേക്ക് ഇറങ്ങി ഓടുകയാണ്. Put my head out of the front door and looked out. അല്ലെ, ആ തലയെട്ടി വെളിയിലേക്ക് നോക്കുകയാണ്. It was a grey misty morning. വളരെ ഗ്രേ ആയിട്ടുള്ള വല്ല മൂടിയ ചെറിയൊരു മിസ്റ്റി മഞ്ഞോട് കൂടിയ ഒരു മോർണിംഗ് ആയിരുന്നു അന്നത്തെ ആ ദിവസം. To my left, എന്റെ ലെഫ്റ്റ് സൈഡിൽ, not far away, കുറച്ച് ദൂരെ അല്ലാണ്ട്, stood a woman soldier in a uniform that was difficult to identify at this distance. അല്ലെ, തന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട്, തന്റെ എന്താണ് ഇടത്തെ വശത്തായിട്ട് അത്യാവശ്യം വലിയ ദൂരത്തിലല്ലാതെ ഒരു വുമൺ സോൾജർ നിൽപ്പുണ്ട്. ഏത് യൂണിഫോം ആണോ, കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റുന്നില്ല. കുറച്ച് അത്യാവശ്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസിലാണ്. ഒരു വുമൺ ആണെന്ന് മനസ്സിലായി, ഒരു സോൾജർ ആണെന്ന് മനസ്സിലായി. പുള്ളിക്കാരി അവിടെ നിൽക്കുന്നുണ്ട്. എ വുമൺ വിത്ത് എ ബണ്ടിൽ ഓൺ ഹെർ ബാക്ക് വാസ് അപ്രോച്ചിങ് ഫ്രം മൈ റൈറ്റ്. എന്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ബണ്ടിലുമായ ഒരു ലേഡി എന്ത് ചെയ്യുന്നു, എന്റെ അടുത്തേക്ക് വരുന്നു. When she came closer, I ventured to speak to her. ആ പുള്ളിക്കാരി എന്റെ അടുത്തേക്ക് വന്നപ്പോൾ I ventured, ഞാൻ ശ്രമിച്ചു. എന്തിനാണ് ആ ലേഡിയോട് സംസാരിക്കാനായിട്ട് എന്ത് ചെയ്തു, ഞാൻ ശ്രമിച്ചു. ഹലോ, എക്സ്ക്യൂസ് മീ ചോദിച്ചു. ഹലോ, എക്സ്ക്യൂസ് മീ. I called in a muted voice, beckoning her over. അല്ലെ, അവളുടെ ശ്രദ്ധ ക്ഷണിക്കാനായിട്ട് എക്സ്ക്യൂസ് മീ ചോദിച്ചു. അതെങ്ങനെ എക്സ്ക്യൂസ് മീ വിളിക്കുകയാണ്.
ഷീ സ്റ്റേർഡ് അറ്റ് മീ. എന്നെ കണ്ടിങ്ങനെ അന്തം വിട്ട് ആര് നിൽക്കുകയാണ്, നമ്മുടെ ഈ പറയുന്ന ബണ്ടിലുമായിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ലേഡി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഡ്രോപ്ഡ് ഹർ ബണ്ടിൽ ആൻഡ് ടുക്ക് ടു ഹർ ഹീൽസ് വിത്ത് എ ഷ്രീക്ക് ഓഫ്. പെട്ടെന്ന് ബണ്ടിൽ താഴെ ഇട്ടിട്ട് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ നിലവിളി, പെട്ടെന്ന് ഒരു വിളിയോടുകൂടി വിളിക്കുകയാണ്, ജർമ്മൻ. അതോ ഒരു ജർമ്മൻ നിൽക്കുന്നതാണ് അവിടെ, ജർമ്മൻ സോൾജർ നിൽക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. കാര്യം ഇയാൾ ധരിച്ചിരിക്കുന്നത് എന്താണ്, ജർമ്മൻ സോൾജിയറിന്റെ ആ കോട്ടാണല്ലേ. അപ്പൊ കോട്ടും ധരിച്ച് ജർമ്മക്കാരാണ്, ജർമ്മൻ ആണെന്നല്ലേ വിചാരിക്കുള്ളൂ. ജർമ്മൻ സോൾജിയറിന്റെ കോട്ട് വിട്ടുകൊണ്ട് നിൽക്കാൻ പോലെ പെട്ടെന്ന് ഇത് കണ്ടുകൊണ്ട് വിളിക്കും, ഓ ജർമ്മൻ വിളിക്കാണ്. ഇമീഡിയറ്റ്ലി ഇത് ഗാർഡ് ടേൺ, ലെഫ്റ്റ് സൈഡിലെ ഗാർഡ് പെട്ടെന്ന് ശ്രദ്ധിച്ചു. പെട്ടെന്ന് എന്നെ ശ്രദ്ധിച്ചു. ആൻഡ് എയിംഡ് ആൻഡ് ഫയർഡ് ഹർ മെഷീൻ പിസ്റ്റൾ, അല്ലെ. പെട്ടെന്ന് ആ പിസ്റ്റൾ എടുത്ത് എനിക്ക് നേരെ വെടിയുതിർത്തു. ദ ബുള്ളറ്റ്സ് ഹിറ്റ് ദ വാൾ. പക്ഷെ എന്റെ ദേഹത്ത് കൊണ്ടോ ഇല്ല, ബുള്ളറ്റ് നേരെ പോയി ആ വാളിലാണ് ഹിറ്റ് ചെയ്തത്. ആൻഡ് വിത്തൗട്ട് തിങ്കിങ്, ഒന്നും ചിന്തിച്ചില്ല, ഐ റഷ്ഡ് അപ്പ് ദ സ്റ്റെയർസ് ആൻഡ് ടുക്ക് റെഫ്യൂജ് ഇൻ ദ ആറ്റിക്, അല്ലേ. നേരെ എങ്ങോട്ടേക്ക് ഓടുന്നു, അല്ലേ, വെടിയോ അല്ലെങ്കിൽ പറയുന്നവർക്ക് വെടിയുടെ ശബ്ദം കേട്ടു, അല്ലേ. വെടി ശബ്ദമല്ല, വെടി വെച്ചല്ലേ. വെടി വെച്ചപ്പോൾ അയാൾ ദേഹത്ത് കൊണ്ടോ ഇല്ല, നേരെ വാളി പോയി. ഇത് കണ്ട് പേടിച്ച് അപ്പോഴേ അയാൾ എങ്ങോട്ടേക്ക് ഓടി, നേരെ ഡൗൺ അല്ലെങ്കിൽ അപ്സ്റ്റേഴ്സിലേക്ക് പോയി. നേരെ പോകുന്നു ആൻഡ് റെഫ്യൂജ് ഇൻ ദ ആറ്റിക്. ആ ആറ്റിക്കിൽ പോയി ഒളിച്ചിരിക്കുക, അഭയാർത്ഥിയാവുകയും ചെയ്യുകയാണ്. ലുക്കിംഗ് ഔട്ട് ഓഫ് മൈ ലിറ്റിൽ വിൻഡോ, എന്റെ ആ ചെറിയ വിൻഡോയിൽ ഞാൻ നോക്കി. എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ, കുറച്ച് നേരത്തിന് ശേഷം, ഐ സാ ദാറ്റ് ദ ഓൾ ബിൽഡിംഗ് വാസ് സറൗണ്ടഡ്. ആ മൊത്തം ബിൽഡിംഗ് സറൗണ്ട് ചെയ്ത്. കാര്യം എന്താണ്, ആ പറയുന്ന ലേഡി വിളിച്ചു പറഞ്ഞ എന്താണ്, ജർമ്മൻ. അയാൾ ഇട്ടേക്കുന്ന കോട്ട് എന്താണ്, ഒരു ജർമ്മൻ ഓഫീസറുടെയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടാകെ പേടിച്ചിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്ത് നേരെ അവിടെ പോയി താഴെ നോക്കിയപ്പോൾ കാണാം എല്ലാവരും, അല്ലെങ്കിൽ ഈ പറയുന്ന പട്ടാളക്കാർ, പോളിഷ് സോൾജേഴ്സ് ആവും, അവരെല്ലാം എന്ത് ചെയ്തു, ആ മൊത്തത്തിന് എന്ത് ചെയ്തു, ആ ബിൽഡിങ് വളഞ്ഞു. I heard soldiers calling to each other and then the sound of shots and exploding hand grenades. അവർ ഗ്രനേഡ് എറിയുന്നുണ്ട്, എന്താണ് ഈ പറയുന്ന കണക്ക് വെടിവെക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അബ്സേർഡ്, അല്ലെ. വളരെ ഈ ഒരു സമയം, ഇല്ലെങ്കിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ അബ്സേർഡ്, വളരെ മോശം സിറ്റുവേഷനിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഐ വാസ് ഗോയിങ് ടു ബി ഷോട്ട് ബൈ പോളിഷ് സോൾജേഴ്സ് ഇൻ ലിബറേറ്റഡ് വാർസോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ വാർസോയിൽ, അല്ലെ, പോളിഷുകാരനായിട്ടുള്ള ഒരു ജൂതനായിട്ടുള്ള അയാള് പറയാണ്, ഇപ്പോ പോളിഷ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പോളിഷ് സോൾജേഴ്സിന്റെ കൈകൊണ്ട് തന്നെ ഈ ലിബറേറ്റഡ് ആയിട്ടുള്ള വാർസോയിൽ ഞാൻ മരണപ്പെടാൻ പോവുകയാണ്. ഓൺ ദ വെരി വേർജ് ഓഫ് ഫ്രീഡം, ഫ്രീഡം കിട്ടി നിൽക്കുന്ന ആ മുഹൂർത്തത്തിൽ ഞാൻ ഇവിടെ കൊല്ലപ്പെടാൻ പോകുന്ന ആരുടെ കൈകൊണ്ട്, പോളിഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ പോളിഷ് സോൾജേഴ്സിന്റെ കൈകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ്. Furiously, I began to wonder how I could make them realize that I was Polish before they dispatched me to the next world as a German in hiding, അല്ലേ. അപ്പം എങ്ങനെ I began to wonder, ഞാൻ ആലോചിച്ച് ചിന്തിക്കുകയാണ് എന്താണ്, how I could make them realize, ഞാൻ എങ്ങനെ അവരെ തിരിച്ചറിയിക്കും, എന്താ, that I was Polish before they dispatched me to the next world as a German in hiding. ഒരു ജർമ്മൻ ആണെന്ന് കരുതി വെടിവെച്ചതിനെ അടുത്ത ലോകത്തേക്ക് അയക്കുന്നതിന് മുമ്പായി ഞാൻ എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കും ഞാൻ ആരാണെന്ന്, ഒരു പോളിഷുകാരനാണെന്ന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും അയാൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. Then നോക്ക വീണ്ടും പറയുന്നു, I began coming down the stairs shouting as loud as I could. ഞാൻ എന്ത് ചെയ്തു, ആദ്യം അപ്സ്റ്റേഴ്സിലായിരുന്നു, റെഫ്യൂജി അപ്സ്റ്റേഴ്സിൽ പോയല്ലേ ആദ്യം വെടി വെച്ചപ്പോൾ അയാൾ താഴേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് അയാൾ അവിടെ വിളിച്ച് പറയാൻ, ഡോണ്ട് ഷൂട്ട് ഐ ആം പോളിഷ്, അല്ലേ. വിളിച്ച് പറയാണ്, അയ്യോ വെടിവെക്കല്ലേ, ഞാൻ ആരാണ്, ഒരു പോളിഷ്, എന്താണ് ഈ പറയുന്ന കണക്ക് പോളിഷ് സോൾജിയർ ആണ്, എന്നെ വെടിവെക്കല്ലേ എന്ന് അയാൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. വെരി സൂൺ ഐ ഹേർഡ് സ്വിഫ്റ്റ് ഫുട് സ്റ്റെപ്സ് ക്ലൈംബിംഗ് ദ സ്റ്റെയർസ്. പെട്ടെന്ന് തന്നെ കേൾക്കുന്നു വളരെ സ്വിഫ്റ്റ് മീൻസ് വളരെ വേഗത്തിൽ എന്താണ് ഫുട് സ്റ്റെപ്സിലെ ആൾക്കാരെങ്കിലും കയറി വരുന്ന ശബ്ദം ഞാൻ ഇങ്ങനെ കേൾക്കാണ്. ദ ഫിഗർ ഓഫ് എ യങ് ഓഫീസർ ഇൻ പോളിഷ് യൂണിഫോം ഇട്ട ഒരു യങ് ഓഫീസർ വരുന്നു. വിത്ത് ദ ഈഗിൾ ഓൺ ഹിസ് ക്യാപ്പിലായിട്ടൊരു ഈഗിൾ സിംബൽ ഉണ്ട്. കെയിം ഇൻ ടു വ്യൂ, എനിക്ക് എന്റെ കാഴ്ചയിൽ കാണാൻ പറ്റി, അയാളെ കാണാൻ പറ്റി. He pointed a pistol, എനിക്ക് നേർക്കൊരു പിസ്റ്റൾ അയാൾ ചൂണ്ടുന്നു. At me and shouted, hands up. പറഞ്ഞു, അല്ലേ. എന്റെ നേരെ ചൂണ്ടിട്ട് പറഞ്ഞു, ഹാൻഡ്സ് അപ്പ്, കൈവക്കടാ, പറഞ്ഞു. Then I repeated my cry of, ഞാൻ വീണ്ടും എന്റെ കരച്ചിൽ തുറന്നു. Don't shoot, I am Polish. പറഞ്ഞു, എന്നെ വെടിവെക്കല്ലേ, ഞാൻ ആരാണ്, ഒരു പോളിഷുകാരനാണ്. The lieutenant went red with the fury. അപ്പൊ പറയാണ്, അല്ലെ, അവിടെ എന്ത് ചെയ്യുന്നു, വളരെ റെഡ് ആൻഡ് ഫ്യൂറി, അല്ലേ, വളരെ എന്താണ് ദേശത്തിൽ മുഖമൊക്കെ ചുവന്ന് തൊടുത്ത് ദേശത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. Then why in God's name don't you come down? നീ പോളിഷ് ആണ്, നീ പിന്നെ ഇറങ്ങി താഴേക്ക് വരാത്ത എന്താ, അയാൾ ചോദിച്ചു. He roared, അയാൾ അലറി വിളിച്ചു ചോദിക്കുകയാണ്. And what are you doing in the German court? നീ ജർമ്മൻ കോർട്ടിനോട് നീ എന്ത് ചെയ്യാണ് ഇവിടെ, ആര് ചോദിച്ചു, ഈ യങ് പോളിഷ് എന്താണ് സോൾജർ ചോദിക്കുകയാണ്. Only when the soldiers had taken a closer look at me and reviewed the situation did they really believe I was in a German. അപ്പോൾ കുറച്ചു നേരം ആ സോൾജേഴ്സ് ഒക്കെ എന്നെ ഇങ്ങനെ കുറച്ചു നേരം അടുത്തേക്ക് അങ്ങനെ എന്നെ നോക്കിയിട്ട് അവർക്ക് മനസ്സിലായി ഏകദേശം അവൻ ജർമ്മൻ അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. And I was in German, മനസ്സിലാവുന്നു. Then they decided to take me to their headquarters. നേരെ അവർ എന്നെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകാൻ ഡിസൈഡ് ചെയ്യുന്നു. സോ ദാറ്റ് അങ്ങനെയാണെങ്കിൽ മാത്രമേ I could wash and have a meal. അവിടെ പോയി എന്താണ് പുള്ളിക്കാരനെ ദേഹം കഴുകാനും ആഹാരം കഴിക്കാനൊക്കെ വേണ്ടി പുള്ളിക്കാരൻ എന്താണ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മാറ്റുകയുണ്ടായി.
ആഫ്റ്റർ 2 വീക്സ് അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ഇപ്പോൾ പുള്ളിക്കാരൻ പോളിഷ് സോൾജേഴ്സിന് ഹെഡ് ക്വാർട്ടേഴ്സിലാണുള്ളത്. സോ ആൻഡ് ആഫ്റ്റർ 2 വീക്സ് 2 ആഴ്ചയ്ക്ക് ശേഷം കയേർഡ് ഫോർ ബൈ ദ മിലിറ്ററി എന്നെ നല്ലപോലെ ട്രീറ്റ് ചെയ്തു. ഐ വാക്ക് ത്രൂ ദ സ്ട്രീറ്റ്സ്, ഞാൻ എന്ത് ചെയ്യുന്നു സ്ട്രീറ്റ്സിലൂടെ നടക്കുന്നു. ഇവിടുത്തെ വാർസോയിലെ സ്ട്രീറ്റ്സിലൂടെ നടക്കുകയാണ്. വിത്തൗട്ട് ഫിയർ, യാതൊരു ഭയവുമില്ലാതെ വാർസോയുടെ സ്ട്രീറ്റിലൂടെ നടക്കുന്നു. എ ഫ്രീ മാൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ആൾമോസ്റ്റ് 6 years, 6 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒരാൾ ഇന്നതാ വളരെ സ്വതന്ത്രനായി ആരെയും പേടിക്കാതെ വാർസോ നഗരത്തിന്റെ തെരുവ് വീതികളിലൂടെ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോ നടക്കുന്നു എന്ന് നമ്മുടെ സ്പിൽമാൻ പറയുകയാണ്. I looked over to the north of the city. സിറ്റിയുടെ നോർത്തേൺ പോർഷനിലേക്ക് ഞാൻ നോക്കി. where the ghetto had been, അവിടെയായിരുന്നു ഗേറ്റോ. നമ്മൾ പറഞ്ഞു ജൂയിഷ് ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ ഗേറ്റോ, അവിടെയായിരുന്നു. where 500,000 Jews had been murdered, അല്ലെ 500,000 ജൂതന്മാരും കൊല്ലപ്പെട്ടത് അവിടെയായിരുന്നു. There was nothing left of it, അതിന്റെ യാതൊരുവിധ റിമൈനിങ്സും, അവിടെയുള്ള ഒരു അവശേഷിപ്പ് അവിടെ എല്ലാം നശിച്ചിരിക്കുന്നു. Tomorrow, നാളെ I must begin a new life, നാളെ മുതൽ ഞാനൊരു പുതിയ ജീവിതം എന്ത് ചെയ്യാണ്, തുടങ്ങുകയാണ്. With nothing but death behind me, എന്റെ പുറകിലായി ഇനി എനിക്ക് മറ്റൊന്നുമില്ല. എനിക്കിനി അവശേഷിക്കുന്നത് എന്ത് മാത്രമാണ്, മരണം മാത്രമാണ്. അല്ലെ കൂടെ ഉണ്ടായിരുന്നവർ, കൂടെ ജീവിച്ചിരുന്നവർ, അയൽവാസികൾ എല്ലാവരും, ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ എല്ലാവരും എന്ത് ചെയ്തു, അദ്ദേഹത്തിന് നഷ്ടമായല്ലേ. ഇനി മുതൽ പുതിയൊരു ജീവിതമാണ്. ഇനി അദ്ദേഹത്തിന് അവശേഷിക്കുന്ന എന്ത് മാത്രമാണ്, മരണം മാത്രമാണ്. അല്ലെ തന്റെ പിന്നിലായി ഇനി അവശേഷിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് മരണമാണ്. ആൻഡ് വൈ ഐ വെന്റ് ഓൺ മൈ വേ, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആ വഴി മുന്നോട്ട് നടന്ന് പോവുകയാണെന്ന് ആര് പറയാണ്, നമ്മുടെ ഈ പറയുന്ന വ്ളാഡിസ്ലാവ് സ്പിൽമാൻ എന്ത് ചെയ്യുന്നു, തന്റെ ഈ കഥയിലൂടെ അല്ലെങ്കിൽ തന്റെ മെമ്മറിലൂടെ എന്ത് ചെയ്യുന്നു, പറയുകയാണ്. അപ്പൊ അഡാപ്റ്റഡ് ഫ്രം പിയാനിസ്റ്റ്, നമ്മൾ ആദ്യമേ പറയുന്നത് പിയാനിസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ് മെമ്മറിൽ നിന്ന് എടുത്തിട്ടുള്ള പോർഷനാണ് നമുക്ക് പഠിക്കാണ്ടായിരുന്നത്. സ്പിൽമാൻ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രീതിയിൽ അത് 6 വർഷത്തോളം ഇവിടെ ആ ഒരു ആറ്റിക്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ജർമ്മൻസിനെ ഭയന്ന് ജീവിക്കുകയുണ്ടായി. അവസാനം എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് സർവൈവ് ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്യാണ്, പുതിയൊരു ജീവിതം നയിക്കാനുണ്ടായത്. അല്ലെ അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ കണ്ടത് എന്താണ്, ഈ പറയുന്ന രീതിയിലുള്ള ഒരു മനുഷ്യന്റെ അല്ലെ ഈ പറയുന്ന കഷ്ടപ്പാടിലൂടെ ഒരുപാട് യാതനകൾ സഹിച്ച് 6 വർഷത്തോളം ഒളിച്ചിരുന്ന് സ്വന്തം മാതാപിതാക്കളെയും എല്ലാവരെയും നഷ്ടപ്പെട്ടിട്ടും അയാൾ എന്ത് ചെയ്യുന്നു, ജീവിതം അവസാനിപ്പിക്കാതെ മുന്നോട്ട് വീണ്ടും ഇനി ജീവിതം മരണം മാത്രമേ അവശേഷിക്കുന്നുള്ള രീതിയിലാണെങ്കിൽ പോലും അത് എന്ത് ചെയ്യാണ്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്നേന്ന് ഈ പറയുന്ന 2 വീഡിയോസ്, പാർട്ട് 1 പാർട്ട് 2 വീഡിയോസ് നല്ലപോലെ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള ക്ലാസ്സുകൾ ഇനിയും ബാക്കിയുള്ള 3rd ചാപ്റ്റർ ഒക്കെ നമ്മുടെ അടുത്ത വീഡിയോസിൽ വരും. അതും കണ്ടിന്യൂ ചെയ്ത് കാണുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.